എന്റെ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരന്മാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ജോസഫ് മാത്യു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നീതി ലഭിക്കുമെന്നാണ് കുടുംബത്തിന്റെയും വിശ്വാസികളുടെയും പ്രതീക്ഷ. പ്രതീക്ഷ എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ഞാനെന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും എംപിമാരും MLA-മാര് കേരളത്തിലെ ഭരണകൂടം കേന്ദ്രത്തിലെ ഭരണകൂടം എല്ലാവരും ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരും. ഇവിടെ നിൽക്കുകയാണല്ലേ, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു? ഞാൻ ഇവിടെ നിൽക്കാൻ കുറച്ച് ദിവസം ഒന്ന് നിൽക്കുന്നു. പേരെന്താ? സിസ്റ്റർ ഇവിടെ തന്നെയാണ്, ഛത്തീസ്ഗഡിലാണ്. സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സിസ്റ്റർ നല്ല മനസ്സിന് നല്ല കട്ടിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് പോരാടണം. നിയമപരമായിട്ട് കോടതി വിശ്വാസമുണ്ട്, പുള്ളിക്കാരിക്കുമുണ്ട്. നിയമപരമായിട്ട് മുന്നേറണമെന്ന് ഞങ്ങളോടും പറഞ്ഞു. അതനുസരിച്ച് നിയമത്തിന്റെ വഴിക്ക് കൊടുത്തോട്ടെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിയമപരമായി പോരാടുന്ന സിസ്റ്റർമാർ പറഞ്ഞു കൊടുത്തോട്ടെ. തീർച്ചയായിട്ടും. ശരി, താങ്ക് യു. ഇല്ലാതെ ഞാൻ എന്തിനാ പറയുന്നത്? അവർ പറഞ്ഞ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ആരോടും പിണക്കമില്ല. UDF MLA-മാരെ സജീവ് ജോസഫിനും റോജി M. ജോണിനും ഒപ്പമാണ് സഹോദരങ്ങൾ ജയിലിലെത്തിയത്. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ഉള്ളത്. അനൂപ്, എപ്പോഴായിരുന്നു ഈ സഹോദരങ്ങളുടെ UDF MLA-മാരുടെ കോൺഗ്രസ് MLA-മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ സന്ദർശനം എപ്പോഴായിരുന്നു? ജയിലിലെ അവസ്ഥയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജനപ്രതിനിധികൾ പറയുന്നത്? ഉച്ചയ്ക്ക് 1 മണിക്കാണ് MLA-മാരുടെ കോൺഗ്രസ് MLA-മാരുടെ കൂടെ ഈ കുടുംബാംഗങ്ങളും കൂടി ജയിലിലേക്ക് എത്തിയത്. ഏതാണ്ട് അരമണിക്കൂർ നേരം അവർ ജയിലിനകത്ത് ഈ കഴിയുന്ന കന്യാസ്ത്രീകളുമായി സംസാരിച്ചു. അവർ പറയുന്ന കാര്യം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കന്യാസ്ത്രീമാർക്ക്. അവർ മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. അവരെ പക്ഷേ വെറും നിലത്താണ്, 53 പേരുള്ള വലിയ സെല്ലിൽ വെറും നിലത്താണ് അവരെ കിടത്തിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യം പരിഗണിക്കണമെന്നൊരാവശ്യം പുറത്തിറങ്ങിയ MLA-മാർ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ കഴിയണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് സഹോദരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സഹോദരങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു കാഴ്ച നമുക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു. അവരെല്ലാം കണ്ണീരൊളിപ്പിച്ചുകൊണ്ടാണ് ഈ ജയിലിന്റെ കവാടം കടന്ന് ഇങ്ങോട്ട് വന്നത്. ഇക്കാലം അത്രയും മനുഷ്യരെ സഹായിക്കുക മാത്രം ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഛത്തീസ്ഗഡിലേക്ക് വന്ന സഹോദരങ്ങൾക്ക് പക്ഷേ ഇനിയും കുറച്ചധികം ദിവസങ്ങൾ കൂടി ഈ സഹോദരങ്ങൾ ജയിലിൽ കടക്കേണ്ടി വരും എന്ന ഒരു വിഷമമുള്ള വാർത്തയാണ് ലഭിച്ചതെന്ന്.